ഞാൻ എൻ്റെ സ്കിൻ കെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വരുന്നൊരു കമൻറ്റാണ് ഈ ഡോക്ടർ ഈ ഒരു സർവീസ് ചെയ്യാറില്ലേ, നോർമലി ഡോക്ടേഴ്സ് ഒന്നും ഈ ഒരു സർവീസ് ചെയ്യാറില്ല എന്നുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ സർവീസിന് വേണ്ടിയിട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ഡോക്ടറും കൂടെ എന്തോ സർവീസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് ഡോക്ടർ പറയുമോ? ഇന്ന് ഡോക്ടറിന് എന്താ ചെയ്യുന്നത്? ഡോക്ടർക്ക് ഇന്ന് മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചിൻ ഫില്ലറും ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റുമാണ് ഇന്ന് ചെയ്യുന്നത്. ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് അത് ചെയ്യുന്നത് നമുക്ക് കാണാം. ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരുള്ള കേസ് ക്ലിനിക്കിലാണ് കേട്ടോ. കഴിഞ്ഞ ഒരു 2+ years എബോവ് ആയിട്ട് എൻ്റെ ഒരു സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും ഞാൻ ഇവിടെ തന്നെ ചെയ്യുന്നത്. എൻ്റെ ഒരു സ്കിൻ കെയർ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാം കാരണം ഈ കേസ് ക്ലിനിക്കാണ്. അപ്പോൾ ഇന്ന് ഡോക്ടറും ആ ഒരു സർവീസ് ചെയ്യുന്നുണ്ട്, നമുക്കത് കാണാം. അപ്പോൾ ഡോക്ടറിന് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തോ? ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫില്ലേഴ്സ് ആണ്. കാരണം ബൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ മസാജിങ് പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഫില്ലേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഡോക്ടറിന് ഫില്ലേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ പോകുന്ന ബൊട്ടോക്സ് ആണ് അല്ലേ? അപ്പോൾ ഡോക്ടറിന് എന്തായിരുന്നു ശരിക്കും ഫില്ലേഴ്സിൻ്റെ ചെയ്തത്? നമ്മൾ ശരിക്കും ചെയ്തത് ചിൻ ഫില്ലേഴ്സ് ആയിരുന്നു ചെയ്തത്. ഡോക്ടറിൻ്റെ ചിഹ്നം ഒന്നുകൂടി ഡിഫൈൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ബൊട്ടോക്സ് ചെയ്യാം. അപ്പോൾ ഫൈനലി ബൊട്ടോക്സും ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബൊട്ടോക്സ് ഡോക്ടറിന് എന്തിനാണ് ചെയ്തതെന്ന് പറയും? ഡോക്ടറിന് ആക്ച്വലി നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഹെഡിലും ചിന്നിലാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തത്. ഫോർഹെഡിൽ റിങ്കിൾസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ ഒരു ഐബ്രോ ലിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരുന്നു. പിന്നെ ചിന്നിൽ ആ മസിൽസിനെ ഒന്ന് ആക്ടിവിറ്റി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ബൊട്ടോക്സ് ചെയ്തതിൻ്റെ റിസൾട്ട് അപ്പം നമുക്കൊരു 7 days കഴിയുമ്പോഴാണ് ബൊട്ടോക്സിന്റെ റിസൾട്ട് വരുന്നത്. ഇതിന്റെ ആഫ്റ്റർ കെയർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഫേസ് വാഷ് ചെയ്യാൻ പറ്റില്ലേ? ഒരു 24 hours പ്ലെയിൻ വാട്ടർ വാഷ് ആണ്. വേറെ ഫേസ് വാഷോ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല 24 hours. പിന്നെ അധികം ഹെവി വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 days അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. സ്വെറ്റ് ആകുന്നതുകൊണ്ടാണോ? നമ്മൾ ആക്ച്വലി ബൊട്ടോക്സ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മസിൽസിന്റെ ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ അധികം ഹെവി വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മസിൽസ് ഹൈപ്പർ ആക്റ്റീവ് ആവുകയും ചെയ്യും. സോ ബൊട്ടോക്സിന്റെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര കിട്ടില്ല. ഓക്കെ, എൻ്റെ ഐ വി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ നോ ഡൗട്ട് നമ്മുടെ കേസ് ക്ലിനിക്കിലേക്ക് പോരുക കേട്ടോ. അപ്പോൾ നേടാം. ഓക്കെ, ബൈ.